വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ അധ്യാപകനായ ഫർസീൻ മജീദിനെ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കം. ഫർസീനെതിരെ നേരത്തെ സ്വീകരിച്ച അച്ചടക്ക നടപടി അപര്യാപ്തമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണമെന്ന് കാട്ടി സ്കൂൾ മാനേജർക്ക് വിദ്യാഭ്യാസ വകുപ്പ് നോട്ടീസ് നൽകി. ഫർസീൻ മജീദിനെതിരായ വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിവാദം കത്തിനിന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായാണ് വിമാനത്തിൽ ഫർസീൻ മജീദിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉയർത്തിയത്. കേരളത്തിന്റെ സമരചരിത്രത്തിൽ സമാനതകളില്ലാത്ത കരിങ്കൊടി പ്രതിഷേധം വൻ വിവാദത്തിനും തിരികൊളുത്തിയിരുന്നു. ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനിത് നാരായണൻ എന്നിവർ അറസ്റ്റിലാവുകയും ചെയ്തു. 2022 ജൂൺ 13 വിമാനത്തിൽ ഈ കരിങ്കൊടി പ്രതിഷേധം നടന്നത്. പ്രതി ചേർക്കപ്പെട്ട ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ളവർ 2 ആഴ്ചയോളം ജയിലിൽ കിടന്നു. ആദ്യം 15 ദിവസത്തേക്കും പിന്നീട് 6 മാസത്തേക്കും ഫർസീൻ മജീദിനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ നടപടികളൊന്നും പര്യാപ്തമല്ലെന്ന് കാട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസ്. KER ചട്ടം 75 അനുസരിച്ച് പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേണമെന്നാണ് സ്കൂൾ മാനേജർക്ക് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നൽകിയ നോട്ടീസിൽ പറയുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റമാണ് പോലീസ് ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ചുമത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നോട്ടീസിൽ വിമാനത്തിലെ പ്രതിഷേധം എന്നാണ് പറയുന്നത്. ഫർസീൻ മജീദിനെതിരായ നീക്കം രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഭയങ്കരമായി സമ്മർദ്ദം ചെലുത്തിയാണ് ആ ചെറുപ്പക്കാരന്റെ ജോലികളെ. അയാൾക്കെതിരായിട്ടൊരു കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല ഇതുവരെ. അത് വേട്ടയാടലാണ്. അതിന് ഞങ്ങൾ നിയമപരമായി നേരിടും. 3 വർഷമായെങ്കിലും കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകാത്തതും വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും രാഷ്ട്രീയത്തിന്റെ പേരിൽ പരമാവധി ദ്രോഹിക്കുകയാണെന്നും ഫർസീൻ മജീദും പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വേട്ടയാടലുകൾ ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അവസാനമെന്നോളമാണ് നിലവിൽ വിദ്യാലയത്തിൽ നിന്നും കർശനമായ നടപടിയെടുക്കണം, അത്രത്തോളം വലിയ ഗുരുതരമായ കുറ്റമാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനിടയിൽ തന്നെ FIR-നകത്ത് ഞാൻ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നും വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന ഹിയറിംഗ് നോട്ടീസിനകത്ത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചു എന്നാണ് ഉള്ളത്. രണ്ടിനകത്തും വൈരുദ്ധ്യം അതിനകത്ത് തന്നെ പ്രകടമാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും സാധാരണ ജനങ്ങൾക്കും അറിയാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ വേട്ടയാടലിനൊന്നും നിന്നുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെ നിയമപരമായിട്ട് നേരിടും. മുട്ടന്നൂർ UP സ്കൂൾ അധ്യാപകനാണ് ഫർസീൻ മജീദ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കങ്ങളെ നിയമപരമായി നേരിടാനാണ് ഫർസീൻ മജീദിന്റെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.